വെൽക്കം ടു ഗേളി പീറ്റേഴ്സ് കിച്ചൺ. ഞാൻ ഇന്ന് എൻ്റെ ഒരു ഗാർഡനാണ് ഇന്ന് കാണിക്കുന്നത്. അതെല്ലാം റീപ്ലാന്റ് ചെയ്തതുകൊണ്ട് അധികം ഫ്ലവേഴ്സൊന്നും ഇല്ല. ഞാൻ ഉള്ള ഫ്ലവേഴ്സൊക്കെ കാണിക്കാം നിങ്ങളെ. അപ്പം ഇത് ഒരു എയർ പ്ലാന്റാണ്, ഒരു എയർ പ്ലാന്റ്. പിന്നെ ഒരു ബൊഗൈൻവില്ല ഉണ്ട്, ഒരു റെഡ് ബൊഗൈൻവില്ല, ഒരു റെഡിഷും ഒരു മെറൂണും കൂടെ ചേർന്ന ഒരു ബൊഗൈൻവില്ല, ആ കളറാണ്. പിന്നെ എനിക്ക് കുറച്ച് ഡെൻഡ്രോബിയം ഉണ്ട്. ഒരു പേർപ്പിൾ ഡെൻഡ്രോബിയമാണ്. ഇതൊരു പേർപ്പിൾ ഡെൻഡ്രോബിയം. പിന്നെ ഞാൻ ഈ രണ്ട് സൈഡും വെച്ചിരിക്കുന്നതെല്ലാം മുക്കാറയാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ റീപ്ലാന്റ് ചെയ്തതുകൊണ്ട് അധികം ഫ്ലവേഴ്സൊന്നുമില്ല, ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ വൈറ്റ് ഡെൻഡ്രോബിയമാണ്. ഇത് മൊക്കാറ, ഒരു സിംഗപ്പൂർ റെഡാണ്. പിന്നെ ടെറാറ്റ മാൻറ്റയുണ്ട് എനിക്ക് കുറച്ച്. ഇതും ഒരു ഡെൻഡ്രോബിയം ഫ്ലവറാണ്. ഇത് റെഡാണ്. ഇതൊരു വൈറ്റ് സ്പോട്ടുള്ള, വൈറ്റും പിങ്കും കൂടെ ചേർന്ന് അകത്ത് മുഴുവൻ കൊച്ചു കൊച്ചു സ്പോട്ടുള്ള ഒരു മൊക്കാറയാണ്. ഇത് ഒരു പീച്ച് കളറിലേത്, ഒരു യെല്ലോയും കൂടെ ചേർന്ന ഒരു മൊക്കാറ. ഇത് വലിയ ഫ്ലവറാണ് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു ബഞ്ച് ഉണ്ടാകുമ്പോൾ ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതായതുകൊണ്ട് എനിക്കൊരു 5-6 ഫ്ലവറേ ഉള്ളൂ, 5 ഫ്ലവറെങ്ങാണ്ടേ ഉള്ളൂ. ഇതൊരു പേർപ്പിൾ ഒരു മൊക്കാറയാണ്. ഇത് കുറച്ച് ദിവസമായതാണിത്. ഇത് എപ്പിക്കാറ്റ്ലിയാണ്, എപ്പിക്കാറ്റ്ലിയ. ഇത് നല്ല വൈറ്റും ഗ്രീനും കൂടെ ചേർന്നതാണ്. കുറച്ച് ബൊഗൈൻവില്ലാസ് ഉണ്ട്. ഇത് മൊക്കാറ, ഒരു പേർപ്പിൾ കളറാണ്. ഇതൊരു വയലറ്റ് മൊക്കാറയാണ്. കുറച്ച് ബഡൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡും റെഡും കൂടെ ചേർന്നതാണ്. ഓറഞ്ച് ഷെയ്ഡും റെഡും കൂടെ ചേർന്ന് അകത്ത് ഡോട്ടുള്ളതാണ്. പിന്നെ ഇത് ടെറാറ്റ വാൻറ്റയാണ്. ഇതും കുറേ, എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തോളം ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ നിൽക്കും. അതിപ്പം മതിലിൻ്റെ ആ സൈഡ് മുഴുവനും എനിക്ക് മൊക്കാറ വളർന്ന് വലുതായതാണ്. അത് നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പം അത് ഫ്ലവേഴ്സ് കുറഞ്ഞതാണ്. ഇതൊരു റെഡ് ഫ്ലവറാണ്. ഇതും മെറൂൺ കളറിലെ മൊക്കാറയാണ്. ഇത് മൊക്കാറ തന്നെ ബ്രാഞ്ചസ് ഉള്ളൊരു ടൈപ്പാണ്. അത് 3-4 ബ്രാഞ്ചസ് വന്നാൽ നിറച്ച് നല്ല നീളത്തിലുള്ള പെറ്റൽസാണ്. ഇതൊരു യെല്ലോ ഷെയ്ഡിലെ മൊക്കാറ. ഇത് ലൈറ്റ് പേർപ്പിളാണ്, പേർപ്പിളിൽ ഡോട്ടുള്ളതാണ്. അതും റെഡ് കളറിലെ മൊക്കാറയാണ്. അതൊരു ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ ചേർന്നതാണ്.
ഇത് ജെർബ്രയാണ്, കുറച്ചേറെ ജെർബ്ര ഒന്നിച്ചുണ്ടാകുന്നതാണ്. ഓറഞ്ച് ഷെയ്ഡിലെ ജെർബ്രയാണ്. ഇത് കാറ്റ്ലിയാണ്, യെല്ലോ കളറിലെ കാറ്റ്ലിയാണ്. അതും ഒരു 3-4 പൂക്കൾ ഒരു പ്രാവശ്യം ഉണ്ടാകും. പിന്നെ അത് എപ്പി കാറ്റ്ലിയ എന്ന് പറയും. എപ്പി കാറ്റ്ലിയ ഓറഞ്ച് ഷെയ്ഡ്, മെറൂണും കൂടെ അകത്ത് ചേർന്നത്. പിന്നെ കുറച്ച് ബൊഗൈൻവില്ലയുണ്ട്, കുറച്ച് ചെമ്പരത്തിയുണ്ട്. പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡിലെ ഒരു ബൊഗൈൻവില്ലയാണ്. ഇതൊരു ഡെൻഡ്രോബിയമാണ്. ഡെൻഡ്രോബിയം വയലറ്റും വെള്ളയും കൂടെ ചേർന്നതാണ്. അത് ബൊഗൈൻവില്ല, ഒരു ഓറഞ്ച് കളറിലെ ബൊഗൈൻവില്ലയാണ്. അത് ഇലകൾ അധികം ഉണ്ടാകത്തില്ല, പൂക്കൾ നന്നായിട്ട് വന്ന് നല്ല കുറേ ദിവസം നിൽക്കും. നല്ല ഓറഞ്ച് ഷെയ്ഡ്, റെയർ ഷെയ്ഡാണ്. ഇതൊരു നല്ലൊരു വയലറ്റ് കളറിലെ ഒറ്റ സെയിം കളറിലെ, അകത്തൊന്നും വേറെ ഒരു കളറും ഇല്ലാത്ത ഒരു ഡെൻഡ്രോബിയമാണ്. ഇതും ഡെൻഡ്രോബിയം വൈറ്റും വയലറ്റും കൂടെ ചേർന്നതാണ്. ഇതൊരു എപ്പി കാറ്റ്ലിയാണ്. ഞാനൊരു തടിയുടെ കഷ്ണത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചുറ്റും വെച്ചു ആദ്യം. അതിപ്പോൾ ഫില്ല് ചെയ്ത് നിറയെ അതൊരു ബോൾ പോലെ ഫില്ല് ചെയ്യും. അപ്പോൾ നിറച്ച് പൂക്കളുണ്ടായ നല്ല ഭംഗിയായിരിക്കും. ഇത് വാൻഡയാണ്. അത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അത് നല്ലൊരു ഷെയ്ഡാണ്, ഒരു ലൈറ്റ് ഷെയ്ഡിലെ വാൻഡയാണ്. അപ്പോൾ ഈ സൈഡിലെല്ലാം ഞാൻ ഹാങ് ചെയ്ത് വാൻഡയാണ് ഇട്ടിരിക്കുന്നത്. വാൻഡയും ഫെലനോപ്സിസും. ഇവിടെ ഞാൻ കുറച്ച് ഡെൻഡ്രോബിയ വെച്ചിരിക്കുന്നത്, അല്ല യെല്ലോ ഷെയ്ഡിലെ ഡെൻഡ്രോബിയ. അപ്പം എൻ്റെ ഗാർഡനിലെ പൂക്കളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു. അതിഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.